ഇതാണ് ജമാല ലാൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ട്രക്കിങ് പോവാണ് മുകളിലേക്ക്. ട്രക്കിങ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഇത് നമ്മുടെ നിസാം ഭയ്യയുടെ സ്പേസ് ആണ് കേട്ടോ. സംഭവം ജമാല ലാൻഡ്. ഇപ്പോൾ ടീമൊക്കെ റെഡിയായി, എല്ലാവരും സെറ്റ്. പോവാം. സമയം ഇപ്പോൾ 2:29. ഇപ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട്. ആപ്പിൾ തോട്ടമൊക്കെ പൂത്തൂല്ലേ, ഫുള്ള് പൂത്തു. താഴേക്ക് വീണ നല്ല സുഖം ഉണ്ടാവും അല്ലേ. വീടുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ പണ്ടത്തെ ട്രഡീഷണൽ വീടുകൾ. ഉണ്ട് ഒരു വീടിൻ്റെ ഉൾഭാഗം. ഇന്ത്യയിലെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ഒരു ഫോർട്ടാണ് റെഗ്പൂർ ഫോർട്ട്. അപ്പോൾ നമ്മൾ റെഗ്പൂർ ഫോർട്ടിലേക്കാണ് പോകുന്നത്. യാ പറഞ്ഞടാ. യാ നോക്കി. Yes. എല്ലായിടത്തും ഈ ചെടിയാണ്. ഫോട്ടോ അത് ചുമ്മാ എടുക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ ഞാനത് നോക്കി. ചെറിയ കിടപ്പ് പോലുമില്ല. നിങ്ങൾ ഒറ്റക്ക് വന്നാൽ മതി. ഓന് ഗ്രൗണ്ട് 2 ഓട്ടോ ഓടിയാണ്ടേ വയറിന് ഇങ്ങനെ കൊടുത്താണ്. കയറുമ്പോഴത്തേക്കും കിളി പോവും. ഒരു ഇതിന്ന് ഒടിഞ്ഞു വീണ നോക്ക്. ഓ മാൻ. നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. ഇനിയുണ്ട് മുകളിലേക്ക് കുറച്ചും കൂടെ. കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കി. കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ.
അവൻ്റെ കൂടെ പോവാം. ഇപ്പൊ തന്നെ കിളി പോയല്ലേ. ടീം അവിടെ എത്തി. അവിടുന്ന് ഒരു ശബ്ദം കേട്ടു, ലൈക്ക് കരടിയുടെ പോലത്തെ. ഉറപ്പില്ല, പക്ഷെ ഇങ്ങോട്ടെങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ. കയറി നമ്മൾ ഇന്നലെ രാത്രി പോയിരുന്ന സ്ഥലത്തുനിന്ന് പിന്നെ സ്ട്രെയിറ്റ് കയറി വന്നു കഴിഞ്ഞാൽ, സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലത്തും. ബട്ട് നമ്മളിപ്പോൾ ഏറ്റവും താഴത്തു നിന്നാണ് കയറിയത്. ഓ, അവരവിടെ മുകളിലെത്തിയിട്ടോ. ടീം പുളി വൈബാണ്, കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരു ചാലഞ്ചാണ് ശരിക്കും. ചാലഞ്ച് തളരാണ്ട് പോകണം. നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ പറ്റും. യെസ്, യാ ഫുൾ ക്യാമ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മളിത് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെയൊക്കെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ഈ ക്യാമ്പ് നടത്തുന്നവർക്ക് കുത്തിരയൊക്കെ ഉണ്ട് കണ്ടോ. യെസ്, ചെരുപ്പ് ഇടണം. മെത്തി 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 മെത്തി. യെസ്, ആപ്പിൽ നോക്കിയപ്പോ 4200 അല്ലേ? ആപ്പിൽ നോക്കിയപ്പോൾ കാണിക്കുന്നത് ഒരു റേഞ്ചാണ്. അതായത് കാണിക്കുന്നത് 3200 മുതൽ 4200 വരെ. കണ്ടോ, ഒരു രക്ഷയില്ലല്ലേ. കേറി വന്ന കേറ്റുണ്ടല്ലോ, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ പേരെന്താ? വാൻവാസ്. 2019. ഓ, ഇഷ്ടം പോലെ വന്നല്ലോ ഇപ്പൊ. കൊറേ ക്യാമ്പിങ്ങിന്റെ ആൾക്കാരുണ്ട്. 23 ക്യാമ്പിംഗ് ഉണ്ട്. ഈ അറ്റം മുതൽ അറ്റം വരെ ഉണ്ടല്ലേ. പക്ഷെ ആളാണ് ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയത്. 19 ഇവരാണ് ഇവിടെ ആദ്യമായിട്ട് ഈ ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്തത് 2019. ടെലസ്കോപ്പ് വാന നിരീക്ഷണം അല്ലേ, ഗാലക്സി. ഓ, ഇത് ഭയങ്കര സ്പോട്ടാണ്. ഇത് അത്ര ഹൈറ്റ് അല്ലേ, ഒരു ലൈറ്റിന്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പൊ മോഹോ മായ തന്തൂർ. ഇതാണ് ഇവിടെ നമ്മൾ എല്ലാം കുക്കിങ്ങും ചൂടാവലും എല്ലാം അല്ലേ. നമുക്ക് ചൂട് വേണമെങ്കിലും എല്ലാത്തിനും ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇവിടെ 2 ഉണ്ട് അല്ലേ. പുറത്തൊക്കെ എന്തൊരു തണുപ്പാ. കോടെ ഇറങ്ങി മാനെ. നമുക്ക് ഹിമാലയൻ മലനിരകൾ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, 10882 ഉയരാണിത്. അത് ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റും. ഇപ്പൊ കോടയാണ്.
ഷിമള് നമ്മൾ ഫുൾ നോക്കി സെറ്റാക്കും. നമ്മളിവിടുന്ന് മുകളിലേക്ക് കയറാണ്. മുകളിലേക്ക് കയറാനൊന്നുമില്ല, വിൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയിരുന്നെങ്കിൽ അല്ലേ. സീ ലെവലിൽ നിന്ന് 3336 മീറ്റർ ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. കുളു ജില്ലയിലെ ജലോരി പാസിലാണ് ഈ മല. അവിടുന്ന് ഓക്കെ, ഇതാണ് ഫോർട്ടിൻ്റെ കവാട. ഇതൊരു അമ്പലാണ്, തൊടാൻ പാടില്ലല്ലേ, സീനാണ്. ഓ, ഇവിടെ മുഴുവൻ ഹിമാലയൻ മലകൾ കാണും അല്ലേ. പക്ഷെ ഇപ്പം മുഴുവൻ ക്ലൗഡിയാണ്. അതെ, നമ്മൾ ഫോർട്ടിൻ്റെ അവിടെ എത്തി. മഞ്ഞ് മാറി ഫോർട്ടിങ്ങനെ. ആ സമയത്തെ റൂളറായ രഘു എന്ന രാജാവാണ് ഈ കോട്ട നിർമ്മിച്ചത്. രഘ്പൂർ ഗ്രഹ് എന്നാണ് അറിയപ്പെടുന്നത്. മഞ്ഞെന്ന് പറഞ്ഞ വൻ മഞ്ഞ. നമ്മളവിടെ നിന്നാണ് വന്നത്. ആ വില്ലേജിൽ നിന്ന് അങ്ങനെ കയറി അവിടെ എത്തി, ആ പോയിന്റ് എത്തി. അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ കയറി ഇതിലേ വന്ന് എത്തി. ഇവിടെ നിന്ന് പിന്നെ ഇങ്ങനെ നേരെ മുകളിലാണ്. ശത്രുക്കളിൽ നിന്നും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ട ഇവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അത്ര ഉയരത്തിലായതുകൊണ്ട് ശത്രുക്കൾ എവിടെ നിന്ന് വന്നാലും അത് കാണാൻ സാധിക്കും. രഘ്പൂർ ഗ്രഹ് എന്നാൽ രഘ്പൂരിൻ്റെ വീട് എന്നാണ് അർത്ഥം. കണ്ടോ, ഈ വിസിബിലിറ്റിയാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. അത്ര ഉയരത്തിലായതുകൊണ്ട് ശത്രുക്കളിൽ നിന്ന് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ സാധിക്കും. ഇവിടെ കണ്ടോ വലിയ കുഴികളുണ്ട്. എന്തിൻ്റെ ആണാവോ, വെള്ളത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് ഹിസ്റ്ററി ഒക്കെ നോക്കാം, പറയാം. പണ്ടുകാലത്തെ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. ഈ അടുത്ത കാലത്ത് പണിത ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. ഈ കിണറ്റിലേക്ക് കല്ലൊന്നും ഇടരുതെന്നാണ് അവർ പറയണത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നടക്കാൻ തുടങ്ങും. ഭയങ്കര തണുപ്പെന്ന് വെച്ചിട്ടാ, ഭയങ്കര തണുപ്പാ. കണ്ടോ,
കല്ല് വയ്ക്കാമെന്ന് കരുതുന്നു. ഇതിനൊന്ന് വെള്ളമൊക്കെ എടുക്കണം. ഓക്കെ, കണ്ടോ ആൾക്കാരൊക്കെ പോവാണ്. ഇരുട്ടായി തുടങ്ങി. ഇപ്പൊ സമയം 6:40. അത്ര ഇരുട്ടല്ല, 7:00 ആവില്ല ഇവിടെ. 7:00 ആവും. മഴയാട്ടോ വരുന്നത്. മഴക്കാറാണ്. അടുത്ത ടാസ്കാണ്. അകത്തിട്ടോ, അതിൽ കയറ്റി വെച്ചോ. നമ്മുടെ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഇല്ല. ഓ, ഞാൻ അറിഞ്ഞില്ലടാ. കാറ്റിന്റെ ശബ്ദം കേട്ടോ നിങ്ങള്? മഴ തുടങ്ങിട്ടോ. മഴയാണ്. ഓ, വീട് നിസാമിന്റെ. അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? കിളി പോയി, കിളി. മഴയൊക്കെ കൊണ്ടിട്ടേ അയ്യോ. തിരിച്ചെത്തി എല്ലാരും. കിടപ്പാണ്, സെറ്റായി പതപ്പിന്റെ ഉള്ളിൽ. എടാ വാതിൽ അടക്കടാ. എന്റെ ആരോഗ്യം അനുവദിക്കുന്നത് വരെ ഞാൻ യോക്സിന്റെ കൂടെ പറയാൻ പറ്റില്ല.